കയ്യിലുള്ളത് നെഞ്ചക്കാണ്. നെഞ്ചാക്കിൻ്റെ ഒരുപാട് സ്കില്ലുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നെഞ്ചാക്കിൻ്റെ റിസ്റ്റ് റോളിൻ്റെ തന്നെ ഒരുപാട് വേരിയേഷനുകൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നെഞ്ചാക്ക് ത്രോ ചെയ്ത് പഠിക്കാനുണ്ട്. ഈ ത്രോയിങ്ങിൽ തന്നെ ഒരുപാട് വേരിയേഷനുകളുണ്ട്. അതുപോലെ തന്നെ ഡബിൾ നെഞ്ചാക്കിൻ്റെ ഒരുപാട് സ്കില്ലുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെഞ്ചാക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തുടക്കക്കാരായ ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഇതുപോലെയുള്ള വുഡൻ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വെയിറ്റ് കൂടിയ നെഞ്ചക്ക് ഉപയോഗിക്കരുത്. അത് വാങ്ങി പഠിക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഫോമിൻ്റെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നെഞ്ചക്കുകൾ ഉണ്ടാവും. ഇത്തരം നെഞ്ചക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. വുഡൻ നെഞ്ചാക്കാകുമ്പോൾ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പരിക്ക് പറ്റാൻ സാധ്യത കൂടുതലുള്ളൊരു വെപ്പണാണ് നെഞ്ചക്ക്. അപ്പോൾ പരിക്ക് പറ്റാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്ന് മാത്രമല്ല, പരിക്ക് വെയിറ്റ് കൂടിയ വെപ്പണൊക്കെ ആവുമ്പോൾ ആ പരിക്ക് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള പരിക്കായിരിക്കും. കുറച്ച് വലിയ പരിക്കായി മാറും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് വെയിറ്റ് കുറഞ്ഞ നെഞ്ചക്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയിറ്റ് കൂടി നെഞ്ചക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടാകും. ഫിയർലെസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള നെഞ്ചക്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇനി സ്റ്റിക്ക് ക്യാച്ച് ചെയ്യേണ്ട രീതി, സ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും തുടക്കക്കാർ ക്യാച്ച് ചെയ്യരുത്. ഈ ഒരു ഭാഗത്താണ് ക്യാച്ച് ചെയ്യേണ്ടത്. 2 ഫിംഗറിൻ്റെ ഗ്യാപ്പ് വെച്ചുകൊണ്ട് ചെയ്യണം. ഈ ഭാഗത്ത് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം വഴിയെ പറഞ്ഞു തരാം. 2 വിരലിൻ്റെ ഗ്യാപ്പ് വെച്ചുകൊണ്ട് ഇവിടെ ക്യാച്ച് ചെയ്യുക. അത് നെക്സ്റ്റ് കൈ ലൂസാക്കി വെക്കുക. ഓവർ ടൈറ്റ് ചെയ്തുകൊണ്ട് മസിൽ പിടിച്ചുകൊണ്ട് ചെയ്യരുത്. കൈ ലൂസാക്കി വെക്കുക ഫ്രീ ആയിട്ട്. ദെൻ അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കരുത്, ഫുൾ ഫ്രീ ആയിട്ട് നിൽക്കുക. എന്നിട്ട് വേണ്ടത് കൈയിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെയും വെക്കരുത്, ഇങ്ങനെയും വെക്കരുത്, നോർമൽ ലെവൽ. നെക്സ്റ്റ് നേരെ അപ്പ് ചെയ്യുക. ഡൗൺ അപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് സാവധാനം ചെയ്യണം. സ്പീഡപ്പാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, നേരെ കൊണ്ട് വന്നിട്ട് ഇത് ഈ എൽബോ ജോയിൻറ്റിൻ്റെ താഴത്തുള്ള ഈ ബോണിലും അതേമാതിരി നേരെ താടിയിലൊക്കെ അടിക്കും. നല്ല പെയിൻ ആയിരിക്കും. വളരെ രസകരമായിട്ടുള്ള പെയിൻ ആയിരിക്കും. ആ രസം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. സ്പീഡിൽ ചെയ്യരുത്. അതുപോലെ തന്നെ ഇവിടെ ക്യാച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ ക്യാച്ച് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, കൂടുതലായിട്ടും ലെങ്ത്ത് കൂടി വന്നു കഴിഞ്ഞാൽ അടി കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അതില്ലാതിരിക്കാനൊക്കെ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്യാച്ച് ചെയ്തതിനു ശേഷം നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ട്രിക്ക് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് അപ്പ് ചെയ്തു എന്നിട്ട് ഇവിടെ ഈ എൽബോ ജോയിന്റ് ഇവിടെയാണ് ട്വിസ്റ്റ് നടക്കുന്നത്. ഇതിലാണ് കാര്യം നടക്കുന്നത്. ഈ ഒരു എൽബോ ജോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇതിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സാവധാനം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മറ്റേ കൈ നേരെ ഫ്രണ്ടിലൂടെ കൊണ്ടുപോയി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ കൈയിലേക്കാണ് സ്റ്റിക്ക് വരിക. നേരെ അവിടെ ക്യാച്ച് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ക്യാച്ച്. എന്നിട്ടത് റിലീസ് ചെയ്യുക. മുന്നോട്ട് തന്നെ തിരിച്ചെടുക്കുക. 1 റിലീസ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയതിനു ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, മുന്നോട്ട് റിലീസ് ചെയ്യുന്നതിന് പകരമായിട്ട് ചെയ്യേണ്ടത് 2 കൈയും റിലീസാക്കാതെ, 2 കൈയും വിടാതെ നേരെ ഇതിലേക്ക് എടുക്കുക. വെച്ചു. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. 1, ഈ കൈ പുറത്തേക്ക് ഇങ്ങോട്ട് നിവർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തി. ദെൻ മറ്റേ കൈയിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ തുടക്കത്തിൽ ഇതിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൈ ഇവിടെ കൊണ്ടുപോയി വെക്കുക, ക്യാച്ച് ചെയ്യുക, റിലീസ് ചെയ്യുക, ക്യാച്ച് ചെയ്യുക, റിലീസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്യാച്ച് ചെയ്തു, നേരത്തെ ചെയ്തതുപോലെ തന്നെ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, ചേഞ്ച് ചെയ്തു, കൊണ്ടുവന്നു, ചേഞ്ച് ചെയ്തു, കൊണ്ടുവന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്യാച്ച് ചെയ്തിട്ട് കൈ കൂട്ടിക്കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, മേലത്തെ കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൈ കൂട്ടി വന്ന സമയത്ത് സ്റ്റിക്ക് ഏതൊക്കെ റൂട്ടിലൂടെയാണോ വന്നത് അതേ റൂട്ടിലൂടെ അത്ര വൈഡായിട്ടല്ലാതെ വളരെ ഈസി ആയിട്ട് സ്റ്റിക്ക് കൂടെ പോരും. ആ സമയത്ത് നേരെ പുറത്തേക്ക് എടുത്തിട്ട് തിരിച്ച് ക്യാച്ച് ചെയ്യുക. നമ്മൾ ഇവിടെ ക്യാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വന്നു, ഇവിടെ നിന്നാണ് അടുത്ത നമ്പറിലേക്ക് പോയത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വന്നു, സ്റ്റിക്ക് റിലീസ് ചെയ്തു, നേരെ അടുത്ത ക്യാച്ചിലേക്ക് പോകുക. നെഞ്ചാക്കിൻ്റെ ഫസ്റ്റ് ക്യാച്ചും അതുപോലെ തന്നെ ഹാൻഡ് ചേഞ്ചിങ്ങും
നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ബാക്കിൽ നിന്ന് ക്യാച്ച് ചെയ്യാനുള്ള ടെക്നിക്കാണ്. ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ക്യാച്ച് ചെയ്തത്. ഇനി ഇതേ കാര്യം തന്നെ ബാക്കിൽ കൈ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കിൽ നിന്ന് ക്യാച്ച് ചെയ്യുക. ബാക്കിൽ നിന്ന് ക്യാച്ച് ചെയ്യുക. എന്നിട്ട് രണ്ട് കൈയിലും പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ ചേഞ്ച് ചെയ്യേണ്ടത് പുറത്തേക്ക് വെച്ചു, തിരിച്ചെടുത്തു, ക്യാച്ച് ചെയ്തു, തിരിച്ചെടുത്തു. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഫ്രണ്ടിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ബാക്കിൽ നിന്ന് ക്യാച്ച് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ഓക്കെയാണ്. അടുത്ത നമ്പർ ചെയ്യുന്ന സമയത്ത് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡിലേക്ക് പോകാതെ സ്ട്രൈറ്റ് ആക്കി എടുക്കാൻ ശ്രമിക്കണം. നെക്സ്റ്റ് സ്ട്രൈറ്റ്, മാക്സിമം സ്ട്രൈറ്റ് തന്നെ കൊണ്ടുവരണം. ക്യാച്ച് മിസ്സായി കഴിഞ്ഞാൽ ചിന്നിലൊക്കെ അടിക്കൊള്ളാനുള്ള സാധ്യത ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് പറയുന്നത് സാവധാനം തന്നെ കളിക്കണം എന്ന് പറയുന്നത്. ദെൻ ഈ രണ്ട് കൈയും ചേർത്ത് കൊണ്ട് പിടിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ വന്നത്. ഇനി അത് വേണ്ട, മേലത്തെ കൈ റിലീസ് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ നമ്പറിൽ തന്നെ നേരെ അടുത്ത ഹാൻഡിലേക്ക് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ക്യാച്ച് ചെയ്തു, ബാക്കിലും ക്യാച്ച് ചെയ്തു. ഇവിടെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഫ്രണ്ടിൽ ചെയ്തു, ബാക്കിൽ ചെയ്തു, ഇത് രണ്ടും കോമ്പിനേറ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇനി നിങ്ങൾ വേണ്ടത് അടുത്ത ബേസിക് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ റിവേഴ്സ് ഉണ്ട്. റിവേഴ്സ് നിങ്ങൾ ചെയ്യാനായിട്ടില്ല, അത് അവിടെ നിൽക്കട്ടെ. അത് ഈ ഒരു കാര്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയതിനു ശേഷം റിവേഴ്സിലേക്ക് പോകാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ ക്യാച്ച് ചെയ്തു, ദെൻ നെക്സ്റ്റ് തിരിച്ച് കൈ നേരത്തെ ചെയ്തതുപോലെ റിവേഴ്സ് കൊണ്ട് വന്നിട്ട് ഇവിടെ ക്യാച്ച് ചെയ്യുക. കൈ അങ്ങോട്ട് ആണ് പിടിച്ചിരുന്നത്, തിരിച്ചു വരുമ്പം കൈ തിരിച്ചു വെക്കുക, ആ കൈയിലേക്ക് ക്യാച്ച് വരും. 1 2 ദെൻ 3 ഇവിടെ നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക. ദെൻ 4th നമ്പർ കൈയിൻ്റെയും റിബിൻ്റെയും ഇടയിൽ വെച്ചിട്ട് സ്റ്റിക്ക് ക്യാച്ച് ചെയ്യുക. 1 2 3 4. ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഒരുപാട് അറ്റാക്കുകളൊക്കെ വരേണ്ടത്. അതിനു വേണ്ടിയാണ് ഈ ഒരു ക്യാച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത്. 1 2 3 4. എഗെയിൻ ഹാൻഡ് ചേഞ്ച് ചെയ്യുക. അതിന് വേണ്ടത് നേരത്തെ ചെയ്ത ഫസ്റ്റ് നമ്പറിലേക്ക് വരിക. 1 2 3 4. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 1 ഓക്കെ, 2 ഓക്കെ, 3 ഓക്കെ, 4th നമ്പർ വരുന്ന സമയത്ത് ക്യാച്ച് വരേണ്ടത് ചെയിനിലല്ല, സ്റ്റിക്കിൽ തന്നെ ക്യാച്ച് വരണം. ഈ ചെയിനിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, ചെയിനിൽ ഇവിടേക്ക് ക്യാച്ച് വന്നത് അതുപോലെ ഇവിടെ നിങ്ങൾ ക്യാച്ച് ചെയ്യുന്നത് സ്റ്റിക്കിന്റെ ഈ അഗ്രഭാഗത്ത ക്യാച്ച് ചെയ്യുന്ന ചെയിനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നേരെ വളരെ രസമായിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും. അത് വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ക്യാച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ ചെയിനിലും ഈ ഒരു ക്യാച്ച് വരരുത്. വളരെ സാവധാനം ഇങ്ങോട്ട് എടുത്ത്, ഈ 3 നമ്പർ കഴിഞ്ഞ് 4ാമത്തെ നമ്പർ വളരെ സാവധാനം ചെയ്യും. ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ടൈമിങ് ക്ലിയർ ആക്കി സാവധാനം ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് വേണം ഇതിലേക്ക് ക്യാച്ച് ചെയ്യാൻ. അതിന് ഈ ഒരു നമ്പർ ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഇത് മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ക്ലിയർ ആക്കി എടുക്കുക. അങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാച്ചുകളും അതുപോലെ തന്നെ ഈ ഒരു കാര്യവും കോമ്പിനേറ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് രണ്ട് കൈയും ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടാമത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നെഞ്ചാക്കിൻ്റെ ഒരുപാട് സ്കില്ലുകൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള റിസ്റ്റ് റോളിലേക്കൊക്കെ കടക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ തൽക്കാലം ഗുഡ് ബൈ.